നോക്കൂ ഷാഫി ചാലിയം, ഇപ്പോൾ മുസ്ലിം ലീഗ് തുടക്കം മുതൽ തന്നെ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള സൂചന നൽകുകയാണ്. പതിവിന് വിപരീതമായി തങ്ങളടക്കം ജനവികാരം മാനിക്കണം, ജനവികാരം പ്രതിപക്ഷ നേതാവിനൊപ്പമാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി. അതിനുശേഷം നിരീക്ഷകരെ കണ്ടും അതേ അഭിപ്രായം തന്നെ പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഇനിയിപ്പോൾ ചില പേരുകൾ പുറത്തേക്ക് വന്നല്ലോ. ആ പേരുകൾ പുറത്തേക്ക് വരുമ്പോൾ KCയെ പിന്തുണച്ച ചില നേതാക്കൾ, ചില MLA മാർ, ആ MLA മാർക്ക് ലീഗിന്റെ പിന്തുണയോടുകൂടി വിജയിച്ച MLA മാരാണ്. അവർക്ക് നൽകാനിരിക്കുന്ന സ്വീകരണ പരിപാടി തന്നെ ഇപ്പോൾ ലീഗ് വേണ്ടെന്ന് വെച്ചു, അത് ഇനി നൽകുന്നില്ല എന്ന രൂപത്തിലേക്ക് ഒരു പ്രതികരണത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ കേൾക്കുന്നു. അതൊക്കെ എത്രത്തോളം ശരിയാണ്? ഇത് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം കൂടിയാണല്ലോ നിരീക്ഷകരുടെ മുന്നിൽ MLA മാർക്കുള്ളത്. അത് രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ആളല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീകരണമില്ല എന്ന സമീപനത്തിലേക്ക് ലീഗ് പോകുന്നുണ്ടോ? ഇല്ല, ലീഗ് സംഘടനാപരമായി എവിടേക്കും പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അനുഭാവ കൂട്ടമുണ്ട് എല്ലായിടത്തും. അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഈ ഡിലേ ആവുമ്പോൾ, ഈ കൺഫ്യൂഷൻസ് വരുമ്പോൾ വലിയ നിരാശയുണ്ടാവും. നിരാശ ഒരു പ്രതിഷേധമാവും. ഞങ്ങൾ പരമാവധി നിയന്ത്രിച്ച് നിർത്തുന്നുണ്ടെങ്കിലും ഞങ്ങളെ നിയന്ത്രണത്തിലും അത് നിൽക്കും തോന്നുന്നില്ല. അങ്ങനെ തെരുവിലേക്ക് പോയാൽ ഇങ്ങനെ ഇത്ര സമയമൊന്നും കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ നോക്കൂ, വേണ്ടത്ര ഭൂരിപക്ഷം ഇല്ല എന്നിട്ടും നാളെ വിജയ് തമിഴ്നാട്ടിൽ അധികാരം ഏൽക്കുകയാണ്. ബംഗാളിൽ അതും നാളെ വരികയാണ്. നമുക്ക് 4-ാം തീയതി റിസൾട്ട് കഴിഞ്ഞ് 5-ാം തീയതിയോ 6-ാം തീയതിയോ വളരെ സ്മൂത്തായിട്ട് വരേണ്ടിയിരുന്നതാണ്. ഇവിടെ എന്തോ ഒരു ജനത്തിന് എന്തൊരു സന്തോഷവും എന്തൊരു ആവേശമായിരിക്കുമെന്ന് നോക്കുക. ഇത് ഇപ്പോഴും തീരുമാനമായില്ല എന്നത് പ്രയാസം തന്നെയാണ്. അത് കോൺഗ്രസ് പാർട്ടി അത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ജനവികാരം ശമിപ്പിക്കുന്ന രീതിയിൽ ഒരു തീരുമാനമായിട്ട് വരണം എന്നല്ലാതെ വേറെന്താ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുക? അതിനിടയിലും ഞങ്ങളെ ചൊറിയുന്ന പലതും നിങ്ങളോട് കണ്ടില്ലേ? അങ്ങേയറ്റം ക്ഷമിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭങ്ങളിലൊക്കെ ഘടകകക്ഷികളായ ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം വരെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളതിനോടൊന്നും വല്ലാതെ കാർക്കശ്യത്തോടെ എന്ത് ചെയ്യാൻ പോയിട്ടില്ല, പ്രതികരിക്കാൻ പോയിട്ടില്ല. പക്ഷെ അതൊക്കെ നിർഭാഗ്യകരമാണ്. പക്ഷെ അത്തരം പ്രതികരണം നടത്തുന്ന ആളുകളെ പിന്തുണച്ചുകൊണ്ട് ശശികലമാരും PC ജോർജും ഒക്കെ വരുന്നത് കാണുമ്പോൾ അപ്പുറത്ത് നിന്ന് ഇതിൻ്റെ അകത്ത് സംഘർഷം ഉണ്ടാക്കാനും മതവൈരി ഉണ്ടാക്കാനും ഒക്കെ വലിയ ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു സമയം ഇടപെടാനുള്ള സമയം അനുവദിക്കാൻ പാടില്ലായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ രീതിയിലേക്ക് ഇത് പോയത് ചരിത്രത്തിൽ എത്രയോ UDF ഗവൺമെൻറ്റുകളോട് വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത് പോയിട്ടില്ലല്ലോ. എന്താ ഇതിന് കാരണം? നേതാക്കന്മാരായ ആളുകൾ ഇത് മനസ്സിലാക്കണം. ഇത് ആളുകളുടെ മനസ്സിൽ എന്താ വന്നത് എന്നത് കാണുന്നില്ല. ഓരോ സ്ഥലത്തൊന്നും അവർ വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കോൺഗ്രസ് പാർട്ടി യാഥാർത്ഥ്യം മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നത് വൈകിക്കുന്നത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലുണ്ട്, അനാവശ്യമായി ഡിലേ ഉണ്ടാക്കിയാൽ അവിടെ ഇവിലൈസ് ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ചൊല്ലുണ്ട് നമ്മളെ നാട്ടിലൊക്കെ. വല്ലാതെ സമയം എടുത്താൽ ഇത്തരം പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും കംഫർട്ടബിളായിട്ട് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരു UDF ഗവൺമെൻറ് വരാൻ ഈ ബംഗാളിനെ പോലെ തമിഴ്നാടിനെ പോലെ അതിൻ്റെയൊക്കെ പിറകിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് കാര്യഗൗരവത്തോടു കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വേഗത്തിൽ എല്ലാവർക്കും സ്വീകാര്യമാവുന്ന ഒരു തീരുമാനമെടുത്ത് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് തരുമെന്ന പ്രതീക്ഷയോടെ പങ്കുവെക്കല്ലാതെ മറ്റൊന്നും മുസ്ലിം ലീഗുകാരനായ എനിക്ക് പറയാനില്ല. ശ്രീ ഷാഫി ചാലിയം, എന്താണ് ഈ VD സതീശൻ നേതാവിന് ലീഗിനകത്ത് കിട്ടുന്ന സ്വീകാര്യത? ലീഗിനകത്ത് മാത്രമല്ല, ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യതയ്ക്കുള്ള കാരണം എന്താണ്? ഞാൻ മനസ്സിലാക്കണം, അദ്ദേഹം ഒന്ന് പ്രതിപക്ഷ നേതാവായ അന്ന് തൊട്ട് എല്ലാ UDFിലെ ഘടകകക്ഷികളുമായും കൃത്യമായ ആലോചനകൾ നടത്തി ഒരു അഭിപ്രായ ഭിന്നതയുമില്ലാതെ ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയർക്കേണ്ട വിഷയം പോലും ഇല്ലാതെ 5 കൊല്ലം കൊണ്ടുപോയിന്ന അത് വലിയൊരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം ഈ 5 വർഷക്കാലത്തിനിടയിൽ ഇത്രയധികം തെരഞ്ഞെടുപ്പ് നടന്ന കാലങ്ങൾ ഉണ്ടായിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം ഒരു മുന്നേറിയാണ്. വളരെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു അദ്ദേഹത്തിന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഫിഗർ പറഞ്ഞു, ഇത്ര ഫിഗറിന് ജയിച്ചിരിക്കും അവിടെ.
അതൊരു കണക്കായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ലോഞ്ചിങ് ഉണ്ടാകാറ്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, 100+ വാങ്ങിയിരിക്കുന്നവരുടെ ഇതൊക്കെ ജനത്തിന് ഭയങ്കരമായ രീതിയിൽ വലിയ ഒരു ഹൈപ്പൽ ഉണ്ടാക്കുക. 100+ കിട്ടിയില്ലെങ്കിലോ എന്ന അടുത്ത ചോദ്യം. ഞാൻ ഈ പണി നിർത്തി വനവാസത്തിന് പോകുന്ന അതൊക്കെ ഇവിടെ പുതു തലമുറയിൽ വലിയ പഞ്ചിങ്ങളുടെ ഡയലോഗാണ്. പരാജയപ്പെട്ടാൽ എല്ലാ പണിയും കൊടുത്ത് എന്തോ ആട്ടെ, ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, 100+ നേടിയിരിക്കും, ഇല്ലെങ്കിലോ എന്ന ചോദ്യത്തിന് ഈ പണി നിർത്തി വനവാസത്തിന് പോകുന്നതാണ് ഞാൻ കേട്ടത്. ഏതായാലും ഞാൻ പറയും അതൊക്കെ ആയിരിക്കാം, അതാണ്. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം നിലപാടുകൾ എടുക്കുന്നിടത്ത്, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി. ഇപ്പം ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അതിനർത്ഥം? ഈ വെള്ളാപ്പള്ളിയും ഈ ശശികലമാരും ഇവരൊക്കെ ഒരുപോലെ SDPI ഇവരൊക്കെ ഒരുപോലെ എതിർക്കുകയാണ് സതീശനെ. അത് മതനിരപേക്ഷ സമൂഹത്തിന് പിന്തുണ കൂടുതലായി VD സതീശനിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ടാവും, ഇല്ലയെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ അദ്ദേഹം ഇവിടെ കൃത്യമായ രീതിയിൽ പിന്നെ UDFൻ്റെ പ്രക്ഷോഭ പരിപാടികൾ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഒരു യാത്ര, അപ്പോൾ ഞങ്ങളെ പാർട്ടിയിൽ തന്നെ ഉണ്ടായി അങ്ങനെ യാത്രയ്ക്ക് ഒരു ഉപനേതാവ് വേണ്ടേ, ഒരു പിന്നെ എന്നൊക്കെ നമ്മൾ ചോദിച്ചോ. അല്ല, അത് പിന്നെ പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ ഒരു പെർമിഷനോട് കൂടിയല്ലേ ഇതൊക്കെ നടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കാസർഗോഡ് നിന്ന് പ്രതിപക്ഷ നേതാവ് നയിക്കുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് നേതൃസ്ഥാനത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നമുക്ക് തന്ന ഒരാളാണ്. ആ തന്ന അയാളെ ഏൽപ്പിച്ച പണി അയാൾ ഭംഗിയായി പൂർത്തീകരിച്ചപ്പോൾ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയുന്നു എന്ന ഒരു തോന്നലിലുള്ള ഒരു ജനരോഷമാണ് ഇവിടെ ഈ കാണുന്നത്. അതാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം, ഇപ്പോൾ VD സതീശനെ ഇല്ലാത്ത ഒരാളെ തന്നാലും ഞങ്ങൾ അംഗീകരിക്കും. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നമ്മൾ ഉൾക്കൊള്ളും. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഞങ്ങളുമായി കൂടിയാലോചന നടത്തുന്നത് അത് ആ പാർട്ടിയുടെ ഒരു മാന്യതയാണ്. മനസ്സിലായല്ലോ? ഞങ്ങൾക്ക് തരേണ്ട ഒരു ബഹുമാനമാണത്. അപ്പം ജനങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും കോൺഗ്രസ് പാർട്ടിക്ക് പല കാഴ്ചപ്പാടുണ്ടാവും, നമുക്കറിയില്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ ആളെ തന്നാൽ ആ കോൺഗ്രസ് പാർട്ടിയുടെ അധികാരത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. എന്നാൽ അതോടൊപ്പം എല്ലാ റിയാലിറ്റിയും മനസ്സിലാക്കി വേണം തീരുമാനമെടുക്കാൻ. പണ്ടത്തെ കാലം പോലെയല്ല. പണ്ട് ഒരു ദിവസത്തിൽ 1-2 നേരെ വാർത്ത ഉണ്ടാവുള്ളൂ, അല്ലേ? ആകാശവാണി ഒന്ന് തുറന്നു നോക്കും, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പത്രം. ഇന്ന് അതല്ല. ഇന്ന് സ്മൃതി, നിങ്ങൾക്കൊക്കെ 24 മണിക്കൂർ വാർത്ത വേണം. വാർത്ത നാട്ടിൽ ഒരു വാർത്തയായി കൊടുക്കാൻ പറ്റുന്ന ഒന്നുമില്ലെങ്കിൽ വാർത്ത നിങ്ങൾ സൃഷ്ടിക്കും. അതാണ് ചരിത്രത്തിന്റെ അപനിർമ്മിതി എന്ന് പറഞ്ഞ പോലെ വാർത്ത നിങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതിന്റെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇത് വാർത്ത. അങ്ങനെ പറയരുത്. അല്ല, കള്ളവാർത്ത ഉണ്ടാക്കുകയാണോ? നിങ്ങളെ സംബന്ധിച്ച് പോകുന്ന വാർത്തയിൽ ഏതാണ് കള്ളവാർത്ത അങ്ങ് പറയൂ. ഞാനിപ്പോൾ ഇരിക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ്. സ്മൃതി അങ്ങനെ കള്ളവാർത്ത വായിക്കുന്നതായും എനിക്ക് തോന്നുന്നില്ല. കള്ളവാർത്ത ഉണ്ടാക്കുന്ന ഇതിൻ്റെ അകത്തുള്ള ആളുകളുമായി സ്മൃതി അടി കൂടുന്നത് ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പോകണ്ടെന്നേ. വാർത്ത അതൊക്കെ ഉണ്ട്. ഞാൻ നമ്മളെ ചർച്ചയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. ഒരുപാട് കള്ളവാർത്തകൾ ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ഥിരമായി കള്ളവാർത്തയേറ്റ് കിടക്കുന്ന ജനൻ TV, കൈരളി TV, News 8 അതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ അപേക്ഷിച്ച് താരതമ്യേന കുറച്ച് കുറവായിരിക്കും. പല വാർത്തയും അതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതെ എവിടുന്നോ കിട്ടുന്നത്, അതിൻ്റെ എന്താണ് കൃത്യത പോലും നോക്കാതെ കൊടുക്കപ്പെട്ട എത്രയോ വാർത്തകളുണ്ട്. പിറ്റേ ദിവസം അത് യാതൊരു ഉറപ്പുമില്ലാതെ നിഷേധിക്കുകയും ചെയ്യും. ഏതായാലും ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ലോകവും ഈ ടെലിവിഷൻ ചാനലുകളുടെ അതിപ്രസരവും കൊണ്ട് ഒരു വിഷയം വളരെ വേഗത്തിലാണ് കത്തിപ്പടരുന്നത്, വേഗത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളും വളരെ വേഗത്തിലാണ്. അതിൻ്റെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി വലുതാണ്. അപ്പോൾ കാലഘട്ടത്തിൻ്റെ ഇതുവരെ ഇല്ലാത്ത ഈ കാലഘട്ടത്തിലെ ഈ ടെക്നോളജിയുടെ ഈ AI സംവിധാനത്തിൻ്റെ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു വലിയ രീതിയിൽ പെട്ടെന്നായിരിക്കും ആളിക്കത്തുക, മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ടുണ്ടാകുന്ന ചില സവിശേഷതകളൊക്കെ ഇതിലുണ്ട്. ഏതായാലും ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എല്ലാം ചില നേതാക്കളൊക്കെ ആലോചിക്കേണ്ടത്, പിന്നെ അവരുടെയൊക്കെ ഈ ചർച്ച ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഇമേജുകൾ എവിടേക്കാണ് പോകുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് അതാണ്. ഒരാൾ ഇമേജിൽ എത്താനും എളുപ്പത്തിൽ കഴിയും, തലകുത്തനെ താഴെ വീഴാനും വല്ലാതെ സമയം വേണ്ട. വളരെ കരുതലോടെ രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടികളും പെരുമാറേണ്ട ഒരു കാലമാണ്.
ശരി. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തീരുമാനം വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.